ചിന്തിക്കുക പോലും ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിന് ഒരു പണി കൊടുക്കാമെന്ന് കരുതി ഈശോയുടെ തിരുഹൃദയത്തിനും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് വിനീത റോബർട്ട്, സ്ഥലം തൃശ്ശൂർ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2022 നവംബർ 7-ാം തീയതിയാണ്. അതിനു മുൻപ് എനിക്ക് കൃപാസന മാതാവിലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിചാരം, നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ആ സമയങ്ങളിൽ കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 2022 ഞങ്ങൾക്ക് സാമ്പത്തികമായി ഭയങ്കര തകർച്ച വരികയും കടബാധിതയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ആത്മഹത്യക്ക് ഞങ്ങളുടെ കുടുംബം ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ കൃപാസനത്തിലേക്ക് ഒന്ന് പോവാം എന്ന് കരുതി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇങ്ങോട്ട് വന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ വെക്കരുത്, മാതാവിനൊരു ടാസ്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കരുതി, ഈ മാതാവിന് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് എനിക്കും പരീക്ഷിച്ചറിയണം. അങ്ങനെ ആ സാമ്പത്തിക തകർച്ച, കടബാധിത നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു ഭവനത്തെപ്പറ്റി ചിന്തിക്കുക പോലും ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിന് ഒരു പണി കൊടുക്കാമെന്ന് കരുതി ആദ്യത്തെ നിയോഗം എനിക്കൊരു പുതിയ ഭവനം വേണം എന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആധാരം ഞങ്ങളുടെ കയ്യിലില്ല. 12 വർഷമായിട്ട് കുറിക്കമ്പനിയിലായിരുന്നു. ആ സമയത്ത് 5.5 ലക്ഷം രൂപ അടച്ചാലാണ് ആധാരം തിരിച്ചു കിട്ടുള്ളൂ. പുറത്ത് കടബാധിതയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ജോലിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിയോഗം വെച്ചത്. ഉടമ്പടി എടുത്തു. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ബൈബിൾ വായിക്കും. ഞങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചു പോന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഡെങ്കിപ്പനി വരികയും ഡെങ്കിപ്പനി വന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായ ദിവസം ഭയങ്കരമായിട്ട് പൈസ ചിലവ് വന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരാണ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരി പൈസ ഇട്ട് എൻ്റെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് ഒരുക്കി തന്നു. അങ്ങനെ അഡ്മിറ്റായി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടതുവശത്തെ തലഭാഗത്ത് തലവേദന വരികയും എൻ്റെ ഈ ഒരു വശം ഒരു ഭാഗത്തേക്ക് കോടി പോവുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഡെങ്കിപ്പനിക്ക് ചികിത്സിച്ച ആശുപത്രിയിൽ നിന്നും എന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവരവിടെ നിന്ന് MRI സ്കാനിങ്ങിനെ എമർജൻസി ആയിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, 5 വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് ക്ഷമിക്കാതെ മിണ്ടാതെ നടക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂറോ വിഭാഗത്തിലേക്കാണ് എന്നെ റെഫർ ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ വ്യക്തിക്ക് ന്യൂറോ വിഭാഗത്തിലാണ് ജോലി ജൂബിലി മിഷൻ ആശുപത്രിയിൽ. ഈ വ്യക്തിയോട് ഞാൻ പരിപൂർണമായി ക്ഷമിക്കാമെന്നും ആ വ്യക്തിയോട് സംസാരിക്കാമെന്നും ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. മാതാവിന് ഞാൻ വാക്ക് നൽകി, എൻ്റെ MRI സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകൂ എന്ന് മാതാവിന് ഉറപ്പ് കൊടുത്തു. അതിൻ്റെ ഫലമായി എൻ്റെ MRI സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ലാതെ പരിപൂർണമായി ഞാൻ സുഖം പ്രാപിച്ചു. ആ വ്യക്തി തന്നെ നേരിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു. പിന്നെ 2024 ഓഗസ്റ്റ് 25-ാം തീയതി 12 വർഷമായിട്ട് കുറിക്കമ്പനിയിൽ ഇരുന്ന ആധാരത്തിന് 2 കേസുകളായിട്ട് ജപ്തി കടലാസ് വന്നു. ആദ്യത്തെ ഇത് 1.25 ലക്ഷം സെപ്റ്റംബർ 8-ാം തീയതിക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ ജപ്തി നേരിടുമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജനന തിരുനാളാണ്. കൃപാസന മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ജോസഫ് അച്ഛൻ പറയാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, 8-ാം തീയതി മാതാവേ എനിക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ ആധാരത്തിൻ്റെ ജപ്തി നടപടികളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജപ്തി കടലാസും കൊണ്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛനെ കാണാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം ആ ഭൂമിയിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ 3 മണിക്ക് ഞാനും എൻ്റെ മക്കളും
കരുണ കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ സ്ഥലത്ത് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവിടുന്ന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ സ്കൂളിൽ നിന്നും ഒരു മാഷ് ഞങ്ങളുടെ വീട്ടിലേക്ക് വിസിറ്റിന് വന്നു. ആ മാഷ് ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ഈ ജപ്തി നോട്ടീസ് എടുത്തു കൊടുത്തു. അപ്പം സാറ് പറഞ്ഞു, എന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഈ കുറിക്കമ്പനിയിൽ പോയി അന്വേഷിക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സെപ്റ്റംബർ 7 വൈകിട്ട് 4 മണിക്ക് മുൻപ് കുറിക്കമ്പനിയിൽ ഈ പൈസയെല്ലാം സെറ്റിൽ ചെയ്ത് എനിക്ക് മെസ്സേജ് വന്നു. കുറിക്കമ്പനിയിൽ നിന്ന് പൈസ എല്ലാം അടച്ചു, നിങ്ങൾക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ്. എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇനിയും ബാധ്യത 5 ലക്ഷത്തിൻ്റെ നിൽക്കണുണ്ട്, എനിക്ക് ഒരു ഭവനം പണിത് തരണം മാതാവേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുന്നു. അങ്ങനെ ഇരിക്കെ ഡിസംബർ 25 ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, പുതിയതായി ഭവനം ആഗ്രഹിക്കുന്നവർ അപേക്ഷ വയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ അപ്പം 5-6 നിബന്ധനകളുണ്ട്. ആധാരത്തിന്മേൽ ബാധ്യത പാടില്ല. അപ്പം തന്നെ ഞാൻ മാതാവിനോട് ഈ വിളിച്ച് പറഞ്ഞ സമയം തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് 5 ലക്ഷത്തിൻ്റെ ബാധ്യത മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, എനിക്ക് പുതിയൊരു ഭവനം മാതാവേ നീ ഒരുക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ജനുവരി 10 അപേക്ഷ കൊടുക്കണം. അപ്പം ഞാൻ മാതാവേ, എനിക്ക് 9 ഒരു വഴി തുറന്ന് തന്നാൽ ഞാൻ 10 അപേക്ഷ കൊടുക്കാം. അങ്ങനെ ഇരിക്കെ 9 എൻ്റെ മേമ വിളിച്ചിട്ട് ചോദിച്ചു, നീ അപേക്ഷ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, 5 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടാനാ, ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. മേമ പറഞ്ഞു, എങ്ങനെയെങ്കിലും മോൾ അപേക്ഷ കൊടുത്തോ, എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമുക്കതിനുള്ള വഴി കാണണ്ടേ. അത് വിചാരിച്ച് ഞാനും കുറിക്കമ്പനിയിൽ പോയി അന്വേഷിച്ച് അവിടെ നിന്ന് അതൊക്കെ എഴുതി വന്നപ്പോൾ കൃത്യം 5 ലക്ഷത്തിലേക്ക് അവർ സെറ്റിൽമെൻറ്റ് ചെയ്തു. ഈ കടലാസ് അങ്ങനെ തന്നെ മേമയുടെ കയ്യിൽ കൊടുത്തു. മേമ പറഞ്ഞു, എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊന്നും ഇല്ല, മേമയുടെ ആധാരം കയ്യിലിരിക്കുന്നുണ്ട്, ആ ആധാരം നിനക്ക് തരാം, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. 15 ദിവസം കൊണ്ട് മേമയുടെ ആധാരം വെച്ച് പൈസ തന്ന് എൻ്റെ ആധാരം ജനുവരി 24 കുറിക്കമ്പനിയിൽ നിന്ന് ലഭിക്കുകയും അപേക്ഷ വെച്ച് എനിക്ക് പുതിയ ഭവനത്തിന് പള്ളിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ 10 ഞങ്ങൾ വീട് മാറി, എനിക്ക് വീട് പണിത് സെപ്റ്റംബർ 8 എൻ്റെ പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 8 മാതാവിന് ജപ്തിക്ക് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഫലമായി ഈ 8 മുൻപ് എനിക്ക് പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായി പുതിയ വീട്ടിൽ നിന്നാണ് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൻ്റെയും ഉടമ്പടി ജീവിതത്തിലൂടെയും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നന്നായി പഠിക്കുമെങ്കിലും ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതിയാൽ നടക്കില്ല. സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ മരണത്തിൻ്റെ വക്കിലൂടെ കടന്നു പോയപ്പോഴെല്ലാം അമ്മ മാതാവ് രക്ഷിക്കുമെന്ന ബോധ്യത്തിൽ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബം ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് സയൻസ് ഗ്രൂപ്പ് +2-ന് 99% മാർക്ക് ഉണ്ടായിരുന്നു. എങ്കിലും പഠിപ്പിക്കാൻ യാതൊരു വക നിവൃത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും മാതാവേ, നന്നായി പഠിച്ചിട്ട് മോനെ എൻട്രൻസിന് ചേരണമെന്ന ആഗ്രഹം, 1 ലക്ഷം രൂപയുടെ കോഴ്സാണ്, എങ്ങനെ പഠിപ്പിക്കും, അവന് ബ്രില്യൻറ്റിൽ തന്നെ ചേരണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു വഴിയില്ല, നീ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ചേടത്തി മുഖാന്തരം ഞങ്ങളുടെ മഠത്തിൽ നിന്ന് മദർ പറഞ്ഞ് എൻ്റെ മകനെ സ്പോൺസർ ചെയ്തു. 1 ലക്ഷം രൂപയുടെ കോഴ്സിൽ 60,000 രൂപ ബ്രില്യൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുകയും ബാക്കി 40,000 രൂപ മദർ അടച്ച് എൻ്റെ മകൻ ഇപ്പോൾ പാലാ ബ്രില്യൻറ്റിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. നിരവധി അനുഗ്രഹങ്ങൾ, കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടി. ഞങ്ങൾ മറ്റുള്ളവരോട് ഉടമ്പടിയുടെ കാര്യങ്ങളും കൃപാസന മാതാവിനെ പറ്റി പറയുമ്പോൾ എന്നെ പലവട്ടം കളിയാക്കി ചോദിച്ചിട്ടുണ്ട്, ഇത്രയധികം നിനക്ക് പ്രാർത്ഥിച്ചിട്ടും നിനക്ക് എന്തേ ഒരു ജോലി ശരിയാവാത്തേന്ന്. ഇതിനിടയിൽ 2022 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ 3 സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയി. സാലറിയുടെ പ്രശ്നം കൊണ്ടും ആ സ്ഥാപനത്തിൽ ലാഭത്തിലല്ലാത്തത് കൊണ്ട് പലവിധ കാരണത്താൽ ഞാൻ അവിടെ നിന്ന് 2 മാസം 3 മാസം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇതിനിടയിൽ എന്നോട് ഇങ്ങനെ ഒരാൾ കളിയാക്കി ചോദിച്ചു, ഇത്രയൊക്കെ അനുഗ്രഹം നിനക്ക് കിട്ടിയെന്ന് പറയണോ, എൻ്റെ ജോലി മാത്രം കിട്ടാത്തതെന്ന്. അപ്പം ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, എൻ്റെ മാതാവിനറിയാം തക്ക സമയത്ത് എന്താണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്ന്. അതിൻ്റെ ഫലമായി ജൂൺ 16
യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാതിരുന്നിട്ടും ദുബായ് കമ്പനിയുടെ ജോലി ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോമായിട്ട് നല്ലൊരു സാലറിയോടെ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. 3 മാസമായി ശമ്പളം പറ്റി. ഇത്രയധികം അനുഗ്രഹം നൽകിയ കൃപാസന മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും 1000 നന്ദി പറയുന്നു. കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബസമ്മേളന യൂണിറ്റിൽ ഞാൻ പറഞ്ഞിട്ട് ഓരോ വ്യക്തികളോടും പൊതിച്ചോറ് വാങ്ങിച്ച് ഞാനും എൻ്റെ ചേച്ചിയും തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന അനാഥർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. മരണം സംഭവിച്ച വീടുകളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കും. പിന്നെ പള്ളികളിലെ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ സേവനം ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികൾ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും 1000 നന്ദി പറയുന്നു.